വരിക വരിക. ഇരിക്ക. മിസ്റ്റർ ബാലകൃഷ്ണനെ കണ്ടിട്ട് എത്ര വർഷമായി? അന്നത്തേലും ഒരു വ്യത്യാസമില്ല. എന്നാ ഒരു വ്യത്യാസം ഉണ്ടേനും. മന്ത്രിയായി. സാവിത്രി അറിയില്ലേ? പോയി കാപ്പി കൊണ്ടുവരൂ. ശ്രീദേവി മരിച്ചതോടെ എല്ലാം ക്ഷയിച്ചു തുടങ്ങി. അവളായിരുന്നു എല്ലാത്തിന്റെ ഐശ്വര്യം. മനസ്സിലായില്ല? പണിക്കരിയേട്ടൻ പാർട്ടി സെക്രട്ടറിയാ. ആ, മിസ്റ്റർ ബാലകൃഷ്ണൻ എത്ര കുട്ടികളുണ്ട്? ഒരു പെൺകുട്ടിയേ ഉള്ളൂ. കുട്ടിക്ക് വേണിയുടെ പ്രായമായോ? ഇല്ല. പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നിട്ട് വേണിയൊക്കെ വൈകിയാവും കഴിച്ചതല്ലേ? ശരിയാണ്. മോക്ക് 6 വയസ്സേ ആയുള്ളൂ. പണ്ടത്തെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളായിട്ട് കളഞ്ഞു എന്ന് വെച്ചോളൂ. മനസ്സ് ഇഷ്ടമില്ലാച്ച തെളിയും നടക്കട്ടെ എന്ന് കരുതി. പണ്ട് സന്ധ്യാനേരത്ത് കോരത്തിന് ചുറ്റും ദൈവളക്ക കത്തിക്കുക. ഒടുവിൽ വന്നപ്പോ ഒരു തിരി നനച്ചു വെക്കാൻ വകയില്ലാണ്ടായി. എണ്ണ വാങ്ങണ്ടേ? ആ, ആള് വില കല്ല് വില എന്ന് പറഞ്ഞതുപോലെ പണവും സ്വത്തും ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. വെച്ചോളൂ. എന്താ പേര്? അശ്വതിക്കുട്ടി. നക്ഷത്രവും അശ്വതി തന്നെയാ. കുട്ടികളില്ലായിരുന്നപ്പോ നേർച്ചയും കാഴ്ചയും നടത്തി ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്നതാ. ആ, കുട്ടി പോയിക്കോളൂ. കാപ്പി കുടിക്കൂ. കാപ്പി കുടിക്കൂ. കുടിക്കാം. ഇതൊന്ന് കഴിച്ചോട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി, നല്ല അടക്കം ഒതുക്കും. ഒക്കെ ശരിയാണ്. കോവിലകത്തുനിന്നൊരു വിവാഹം നമുക്ക് ആ ബന്ധം ശരിയാവില്ല പണിക്കരിയേട്ട. അതെന്താ? കോവിലവും തമ്പുരാനും ക്ഷയിച്ചുകൊണ്ടാണോ? അതിക്കാര്യമില്ല. അശോകൻ ആ കുട്ടിയെ ജീവനുമില്ല സ്നേഹിക്കുന്നൊക്കെ അല്ലേ പറയുന്നത്? അവനിഷ്ടമായിരിക്കാം, പക്ഷേ നമുക്ക് ആ ബന്ധം വേണ്ട. പണിക്കരിയേട്ടൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. കടലുകളിരമ്പുന്നു, കാടപ്പറവകൾ കരയുന്നു, ഹൃദയബന്ധം കാത്ത ചില്ലകൾ ചിതറി വീഴുന്നു, ചിതറി വീഴുന്നു. കടലുകളിരമ്പുന്നു. എവിടെ സാന്ത്വന ഗീതികൾ, എവിടെ ശാന്തി വചസ്സുകൾ, ഉലകമേകിയ ചൈത്ര പൗർണമി കളഭമാടിയ രജനികൾ, എവിടെ എവിടെ കടലുകളിരമ്പുന്നു, കാടപ്പറവകൾ കരയുന്നു, ഹൃദയബന്ധം കാത്ത ചില്ലകൾ ചിതറി വീഴുന്നു, ചിതറി വീഴുന്നു. കടലുകളിരമ്പുന്നു.
ഇന്ദ്രധനുസ്സുകൾ മാഞ്ഞു പോ ഇടവമുകിൽ തിരയാട്ടമാ ഇവിടെ ഈ ശ്രീകോവിൽ തകരുമോരിടി മുഴക്കം കേൾക്കുന്നു വഴിയോ എവിടെ കടലുകളിരമ്പുന്നു കാടപ്പറവകൾ കരയുന്നു ഹൃദയബന്ധം കാത്ത ചില്ലകൾ ചിതറി വീഴുന്നു ചിതറി വീഴുന്നു കടലുകളിരമ്പുന്നു കാടപ്പറവകൾ കരയുന്നു ചേട്ടന് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവാൻ എന്താ കാര്യം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചേട്ടനോ ചേട്ടത്തിയോ ആരെങ്കിലും ഒരാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. അച്ഛൻ കിളിമാനൂരുകാരുമായി വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ അതിന് സമ്മതിക്കൂ അശ്വതി? ഇല്ല, അശോകനല്ലാതെ മറ്റൊരാളും എന്റെ ദേഹത്തോടെ ഞാൻ സമ്മതിക്കില്ല. ഇത്ര ധൈര്യം കണ്ടിട്ടാണോ കരയുന്നത്? എല്ലാം ഒരു സർപ്രൈസാണ്. പെട്ടെന്നുണ്ടാകുന്ന ഏത് അമ്പരപ്പിക്കുന്ന സംഭവങ്ങളെയും മനുഷ്യൻ നേരിട്ടല്ലേ പറ്റൂ. നമുക്ക് നേരിടാം. വരൂ. ചേർത്തി, ഞങ്ങളെ അനുഗ്രഹിക്കണം. അശ്വതി, അനുഗ്രഹം വാങ്ങും. അനുഗ്രഹോ? എന്താ ഇത്? ഞങ്ങള് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളെ ഒന്നും അറിയിക്കാതെ? ചേട്ടന് ഞങ്ങളുടെ വിവാഹത്തിന് ഇഷ്ടമല്ല. അശ്വതിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചു. അപ്പൊ പിന്നെ ഇതല്ലാതെ മറ്റൊരു വഴിയൊന്നും കണ്ടില്ല. മറ്റൊരാൾക്ക് നിശ്ചയിച്ച പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചിട്ടാണോടാ അനുഗ്രഹം? ഈ കുട്ടിയെ അവിടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന് താലി കെട്ടിയത് വീട്ടിൽ കൊണ്ടാക്കാനല്ല. അശ്വതി വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ചേട്ടൻ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ മറ്റേതെങ്കിലും സ്ഥലം നോക്കിക്കോളാം. വാ അശ്വതി. എടാ, എന്നെ ധിക്കരിച്ച് നീ പോവടാ. എന്താ ബാലേട്ടാ ഇത്? എന്നെ അച്ഛനമ്മമാരെ പോലെ വളർത്തിയത് ചേട്ടനും ചേട്ടനും കൂടിയാണ്. നിങ്ങൾക്ക് എന്നെ തല്ലുവോ കൊല്ലോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നത് ചേട്ടൻ എന്നോട് ശത്രുത തോന്നേണ്ട കാര്യം എന്താണ്? നീ കുട്ടിയെ കൊണ്ടാക്കുന്നുണ്ടോന്ന് എനിക്കറിയേണ്ടത്. എന്റെ നിഴലിൽ നിന്ന് അശ്വതി മാറുന്ന പ്രശ്നമേ ഇല്ല. ബാലേട്ടാ, ഇനി അവന് തല്ലരുത്. എന്തുകൊണ്ടാ ബാലേട്ടൻ ഈ വിവാഹം ഇത്ര വലിയ പ്രശ്നമായി എടുക്കുന്നേ? എനിക്കതറിയണം. എനിക്കതറിയണം. പറയൂ, പറയാൻ. അശോക, നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത്. ബാലേട്ടൻ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്. ജാതിമതങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന
ഒരു രാഷ്ട്രീയക്കാരനാണ്. ആദർശശാലിയായ മന്ത്രിയാണെന്ന പേരുണ്ട്. അനിയൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പരസ്പരം സ്നേഹിക്കുന്നവർ വിവാഹം കഴിക്കുന്നത് തെറ്റല്ലെന്ന് ബാലേട്ടനെ പഠിപ്പിക്കണ്ടല്ലോ. എനിക്കറിയേണ്ടത് ബാലേട്ടൻ അവനെ തല്ലിയതിന്റെ കാരണമാണ്. കാരണം നിനക്കത് മനസ്സിലാവില്ല രാജമ്മേ. ഞാനൊരു സൈക്കോളജി അധ്യാപികയാണ്. എനിക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയാണ്. അശോകൻ മറ്റെന്തെങ്കിലും തരത്തിൽ ബാലേട്ടനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹക്കാര്യം പറഞ്ഞാണോ തല്ലുക? അവൻ മറ്റെന്ത് ധിക്കാരം കാണിച്ചാലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ലെന്നാ ബാലേട്ടൻ പറയുന്നത്? രാജമ്മേ, അശ്വതിക്കുട്ടി ഞാനാ ഗോപാലൻ. എന്തായി ആ സമയത്ത്? ഇത് സഖാവ് ബാലകൃഷ്ണൻ, കേട്ടിരിക്കുമല്ലോ, ട്രേഡ് യൂണിയൻ നേതാവ്. പിന്നെ കേട്ടിട്ടുണ്ടോന്നോ? രാജ്യ സുരക്ഷിത നിയമം ഇന്നലെ പ്രഖ്യാപിച്ചവരും തമ്പുരാൻ അറിഞ്ഞിരിക്കുമല്ലോ. നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. സഖാവിനെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ പാർപ്പിക്കണം. ഗോപാലൻ പറഞ്ഞാ പിന്നെ എങ്ങനാ? ഇതാ വരൂ. ഇത് എന്റെ സഹോദരി സാവിത്രി, ഇതെന്റെ ഭാര്യ ശ്രീദേവി. ഈ ഇറയിൽ കൂടിക്കോളൂ. ശരി. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് സമയം പോകാൻ 2 മാർഗേ ഉള്ളൂ. ഒന്ന് എഴുത്ത്, മറ്റൊന്ന് വായന. ഇവിടെ ധാരാളം ബുക്സ് ഉണ്ട്. നാളെ മതി. എന്നാ വിശ്രമിച്ചോളൂ. ഇവിടെ ഉണ്ടെന്ന് ഒരു പക്ഷി പോലും അറിയില്ല. അങ്ങയെപ്പോലുള്ള അനുഭാവികളുള്ളത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. അയ്യോ അയ്യോ. ബാല ഇതുവരെ ഉണർന്നില്ലേ? ഇല്ല. യാത്രാക്ഷീണം, പിന്നെ ഒളിവിലിരിക്കാന്ന് പറഞ്ഞാ ഉൾഭയം കാണും. ആ ചായ ശ്രീദേവി അങ്ങോട്ട് വെച്ചോളൂ, ഉണരുമ്പം കുടിച്ചോളും. ആ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ചെങ്ങേ പോകണം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം മാത്രല്ല ഞാനും.
പുറത്തിറങ്ങിയ പോലീസ് പിടിക്കുന്ന പേടിയുണ്ടോ? ഒരു പേടിയുമില്ല. പുറത്തുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കാനാ ഞാൻ പിടികൊടുക്കാതിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? അസൗകര്യങ്ങളൊന്നുമില്ല. അല്ല പിന്നെ ഗോപാലൻ പറഞ്ഞു ഇവിടുത്തെ താമസം മതിയാക്കി പോവാണെന്ന്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയല്ലേ. ഓ, പത്രത്തിൽ വായിച്ചു. ഒളിവിലും ജയിലിലും കഴിയുന്ന മറ്റ് സഖാക്കളുടെ പേര് നോമിനേഷൻ കൊടുക്കണം. അതിന് ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? കുറെ വായിച്ചിരുന്നപ്പോ സമയം പോയതറിഞ്ഞില്ല. വിവാഹം കഴിച്ചിട്ടില്ലേ? പാർട്ടി പ്രവർത്തനത്തിന്റെ തിരക്കില് അത് മറന്നു. അദ്ദേഹം നേരത്തെ ഉറങ്ങി. സാവിയെടുത്തിയും കിടന്നു. എന്താ ഇത്? വാതിലടയ്ക്കരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ചെയ്യണത് തെറ്റാണെന്നും അറിയാം. നാളെ പോവാണെന്ന് അറിഞ്ഞു. എനിക്കൊരു കുഞ്ഞു വേണം. ഞാനും ഒരു സ്ത്രീയല്ലേ. ഇവിടെ വന്ന നിമിഷം മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എതിർക്കരുത്. രാജമ്മേ, അശ്വതിക്കുട്ടി എന്റെ മകളാണ്. എന്റെ മകളെ എന്റെ അനിയന് വിവാഹം കഴിക്കാൻ പറ്റൂ? നീ എന്നോട് ക്ഷമിക്ക. നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ഒരു ഭർത്താവും ഭാര്യയോട് ഇത്തരം ഒരു ബന്ധത്തെക്കുറിച്ച് ഒരിക്കലും പറയില്ല. പറഞ്ഞിരുന്നെങ്കിൽ അശോകൻ അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ ഭാര്യമാരെക്കാളും ഭാഗ്യവതിയാണ് ഞാനെന്ന് അഹങ്കരിച്ചു. നിങ്ങൾ ഇതുപോലെ എത്ര വീടുകളിൽ ഒളിവിലിരുന്നിട്ടുണ്ട്? എവിടെയെല്ലാം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കറിയാം? രാജമ്മേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ അച്ഛൻ എവിടെ പോയിട്ട് വരിക? അച്ഛൻ മോളെ കാണാൻ വന്ന. ടീച്ചറില്ലേ ഇവിടെ? എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോനാ? രാഘവേട്ടൻ പെൻഷൻ പറ്റിയ അധ്യാപകനല്ലേ, നിന്നെ ഗൗരവപ്പെടുന്നത് എന്തിനാ? ഞങ്ങൾക്ക് ടീച്ചറെ ഒന്ന് കാണണം. സൗകര്യപ്പെടില്ല. അവൾക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല.
മന്ത്രി ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറയുന്നത് അമ്മാവനൊന്ന് കേക്ക്. ഒന്നും കേൾക്കണ്ട. എത്ര സന്തോഷമായി ജീവിച്ചതാ എന്റെ മോള്. ഒരു മന്ത്രി വന്നിരിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. മോളിങ്ങോട്ട് വാ. ഞാൻ അച്ഛൻ്റെ കൂടെ പോവാ. ഇനി ആ മുഖത്ത് നോക്കില്ല, ആ പടി ഇനി കിടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛനെന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ ആലോചിച്ചപ്പോ തോന്നി ബാലേട്ടനോട് പിണങ്ങിപ്പോന്നത് തെറ്റായി പോയെന്ന്. ഞാൻ വരട്ടെ അച്ഛ. സുശീല വരട്ടെ. അശ്വതികുട്ടി, മോളെ, എന്റെ മോളെ.